നമ്മുടെ ജീവിതത്തിൽ ഇത്രയും കാലഘട്ടങ്ങൾ പിന്നിട്ടപ്പോൾ ദൈവത്തിൽ നിന്നും നമ്മൾ അകന്നു പോയതോ, ജീവിതത്തിൻ്റെ വ്യത്യസ്ത സാഹചര്യങ്ങളിലൂടെ കടന്നുപോയി മാലിന്യങ്ങൾ, കറയോ ചുളുക്കമോ കളങ്കമോ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. എക്സൽ മീഡിയയിലൂടെ ഈ പ്രഭാതത്തിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു. ഇന്ന് നമ്മൾ ദൈവവചനത്തിലൂടെ ചിന്തിക്കുന്നത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായമാണ്. 4-ാം അധ്യായം ചെറിയ ഒരു അധ്യായമാണ്. 6 വാക്യങ്ങൾ മാത്രമുള്ള ഈ അധ്യായത്തിൽ എന്നെ വളരെ ചിന്തിപ്പിച്ച ഒരു വേദഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരുവാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: പകൽ വെയിൽ കൊള്ളാതിരിപ്പാൻ തണലായും കൊടുങ്കാറ്റും മഴയും തട്ടാതിരിപ്പാൻ സങ്കേതവും മറവിടവുമായും ഒരു കൂടാരം ഉണ്ടായിരിക്കും. ഇവിടെ നമ്മൾക്ക് ചിന്തിക്കുവാൻ കഴിയുന്നത്, ദൈവം തൻ്റെ ജനത്തെ ഭദ്രമായി സൂക്ഷിക്കുവാൻ താല്പര്യപ്പെടുന്ന ചില അനുഭവങ്ങളെ കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവജനം, വേർതിരിക്കപ്പെട്ട ജനം, രക്ഷിക്കപ്പെട്ട ജനം ഒരിക്കലും ഈ ലോകത്തിൽ വാടിത്തളർന്ന് ക്ഷീണിച്ച് ഇരിക്കുവാൻ ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അവരെ കർത്താവിൻ്റെ കൂടാരത്തിൽ ചേർത്തണയ്ക്കുവാൻ വേണ്ടി കർത്താവ് ആഗ്രഹിക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. വേദപുസ്തകത്തിൻ്റെ 2-ാം പുസ്തകമായ പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്: ഞാൻ അവരുടെ നടുവിൽ വസിക്കേണ്ടതിന് അവർ എനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. ആരംഭകാലം മുതൽക്കേ ദൈവം മനുഷ്യനോട് കൂടെ വാസം ചെയ്യുവാൻ വളരെ ആഗ്രഹിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ആദിമഭൂമി ഏദൻ പൂങ്കാവനത്തിൽ ആദം ഹൗവ ദമ്പതികളോടൊപ്പം വാസം ചെയ്യുവാൻ ദൈവം ആഗ്രഹിച്ചു. എന്നാൽ മനുഷ്യർ പലപ്പോഴും ദൈവത്തിൽ നിന്നും അകന്നു പോയ ചരിത്രമാണ് മനുഷ്യ ചരിത്രം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ഇന്നും അങ്ങനെ തന്നെയാണ് ഈ ലോകവാസം ചെയ്യുന്ന എല്ലാ മനുഷ്യരും തങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൽ നിന്നും അകന്ന് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. എന്ന് പറഞ്ഞാൽ, മലിനതകൾ ഉണ്ടെങ്കിൽ ദൈവവുമായിട്ട് ചേർന്ന് വസിക്കുവാൻ ഒരിക്കലും കഴിയത്തില്ല. ദൈവം പറഞ്ഞു, ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. ഇവിടെ ദൈവത്തിൻ്റെ കൂടാരത്തിൽ പാർക്കാനുള്ള ജനത്തിൻ്റെ യോഗ്യതയെക്കുറിച്ച് നമ്മൾ അതിൻ്റെ 3-ാമത്തെ വാക്യം മുതൽ വായിക്കുന്നുണ്ട്. കർത്താവ് ന്യായവിധിയുടെ കാറ്റുകൊണ്ടും ദഹനത്തിൻ്റെ കാറ്റുകൊണ്ടും സിയോൻ പുത്രിയുടെ മലിനത കഴുകിക്കളയും. യെരുശലേമിൻ്റെ രക്തപാതകം അതിൻ്റെ നടുവിൽ നിന്ന് നീക്കി വെടിപ്പാക്കുകയും ചെയ്യും. നോക്കുക, ഇവിടെ തങ്ങളുടെ സകല മലിനതകളെയും ദൈവം നീക്കി വെടിപ്പാക്കി. താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ, ആ ജീവനുള്ളവരുടെ കൂട്ടത്തിൽ പേരെഴുതിയിരിക്കുന്ന ഏവനും വിശുദ്ധൻ എന്ന പേർ വിളിക്കുന്ന ആ ഒരു അനുഭവത്തിലേക്ക് വിശുദ്ധന്മാരായി മാറിയെങ്കിൽ മാത്രമേ ദൈവത്തോടൊപ്പം വസിക്കുവാനായി കഴിയുകയുള്ളൂ. അങ്ങനെയെങ്കിൽ വേദപുസ്തക ചരിത്രം മുഴുവനും ദൈവം തൻ്റെ ഭക്തന്മാരെ പ്രത്യേക തരത്തിൽ സൂക്ഷിക്കുവാൻ വേണ്ടി താല്പര്യപ്പെടുന്നു എന്ന് മനസ്സിലാക്കുവാൻ കഴിയും. ഒന്നുകൂടെ പറഞ്ഞാൽ, അവസാന പുസ്തകമായ വെളിപ്പാട് പുസ്തകത്തിൽ 21-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, വീണ്ടെടുക്കപ്പെട്ട മനുഷ്യവർഗത്തിന് വേണ്ടി, ആ മനുഷ്യവർഗത്തെ അധിവസിക്കേണ്ടതിന് വേണ്ടി ദൈവം ഒരുക്കുന്ന അവസാനത്തെ സ്ഥലമെന്ന് പറയുന്നത് ഈ ഭൂമി തന്നെയാണ്. സ്തോത്രം. അപ്പോൾ ഈ ഭൂമിയിൽ ദൈവം മനുഷ്യന് വേണ്ടി സ്വർഗം സ്ഥാപിക്കപ്പെടുവാൻ പോകുന്നു. സ്വർഗത്തിൽ നിന്നും, ഉന്നതത്തിൽ നിന്നും ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന ഒരു വിശുദ്ധ നഗരത്തെക്കുറിച്ച് നമുക്ക് പഠിക്കുവാനായി കഴിയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ ഭൂമിയിൽ തന്നെയാണ് ദൈവം സ്വർഗം സ്ഥാപിക്കപ്പെടുവാനായിട്ട് പോകുന്നത്. ഇവിടെ വാസം ചെയ്യണമെങ്കിൽ അങ്ങനെ ഇവിടുത്തെ മലിനതകൾ മാറി ദൈവത്തോടൊപ്പം വസിക്കുവാൻ വിശുദ്ധ അനുഭവം പ്രാപിക്കപ്പെട്ട ഒരു വ്യക്തിയായി വന്നെങ്കിൽ മാത്രമേ സ്വർഗീയ അനുഭവത്തിൽ ദൈവത്തോടൊപ്പം ആ കൂടാരത്തിൽ വാസം ചെയ്യുവാനായി കഴിയുകയുള്ളൂ. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഇത്രയും കാലഘട്ടങ്ങൾ പിന്നിട്ടപ്പോൾ ദൈവത്തിൽ നിന്നും നമ്മൾ അകന്നു പോയതോ, ജീവിതത്തിൻ്റെ വ്യത്യസ്ത സാഹചര്യങ്ങളിലൂടെ കടന്നുപോയി മാലിന്യങ്ങൾ, കറയോ ചുളുക്കമോ കളങ്കമോ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ
അവനോടൊപ്പം ഈ കൂടാരത്തിൽ വസിക്കുവാൻ നമുക്കൊരിക്കലും സാധ്യമാകത്തില്ല. എന്നാൽ ഇന്നത്തെ ഈ വചന കേൾവി നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവത്തോടൊപ്പം ഈ കൂടാരത്തിൽ വാസം ചെയ്യുവാൻ ഇതിന് കാരണമാകട്ടെ എന്ന പ്രാർത്ഥനയോടെ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.